നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. കൊല്ലൂർല ഡിവിഷനിലെ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ ആസാദ് നഗർ 12-ാം നമ്പർ വീടിന് മുന്നിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഉടമസ്ഥനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് നാട്ടുകാർക്ക് ശല്യമായി മാറിയതായി നഗർ നിവാസികൾ അഭിപ്രായപ്പെടുന്നു. പ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകനും റിട്ടയർഡ് സംഗീത അധ്യാപകനുമായ ശ്രീ നൌഷാദ് ബാബുവിന്റെ വീടിന് മുന്നിലാണ് ബജാജിന്റെ പൾസർ മോഡൽ ഈ ബൈക്ക് 1.5 വർഷക്കാലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയായ ഫെർമിൻ ഖദീജയുടെയും ഡോക്ടർ ഇംതിയാസ് മുഹമ്മദിന്റെയും പിതാവാണ് ശ്രീ നൌഷാദ് ബാബു. ഇടുങ്ങിയ റോഡായതിനാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് ബന്ധപ്പെട്ടവർ നീക്കം ചെയ്യാത്തത് എല്ലാവർക്കും ഒരു തലവേദനയായി തീർന്നിരിക്കുന്നു. ഈ ജനകീയ വിഷയം ഈ വീഡിയോ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അധികൃതർ ഉചിതമായ നടപടിയെടുത്ത് പരിഹരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഞാൻ ആസാദ് നഗറിൻ്റെ പ്രസിഡന്റ് കെ അഹമ്മദ് കോയ. ആസാദ് നഗറിൻ്റെ 12-ാം നമ്പർ വീടിൻ്റെ മുന്നിൽ ഒരു ബൈക്ക് 1.5 വർഷമായിട്ട് അനാഥമായിട്ടിരിക്കുകയാണ്. ഈ ബൈക്ക് അവിടെ ഇരിക്കുന്നത് വീട്ടുകാരും പരിസരവാസികളും ഒക്കെ ഇങ്ങനെ ആരും എടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കി കൗൺസിലറെ കണ്ട് കൗൺസിലറും ബന്ധപ്പെട്ട് അപ്പോൾ പോലീസ് അധികാരികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടും ഇതുവരെയും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ആ ബൈക്ക് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ടവർ ഈ ബൈക്ക് മാറ്റുന്നതിനുള്ള ഒരു സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ കൊല്ലൂറുള്ള സുനീഷ, ആസാദ് നഗർ റെസിഡന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഈ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിൽ കൂടുതലായി. സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞതാ. അന്നവരെന്നോട് പറഞ്ഞത് ഉടൻ തന്നെ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കൂടാതെ നിരന്തരം കൊല്ലൂർല ഡിവിഷന്റെ കൗൺസിലറായ ഹംസത്ത് ബീവിയുടെ വിഷയം അവതരിപ്പിക്കുകയും നിരവധി തവണ അവർ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാരും എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ കാരണമായിട്ട് ചപ്പും ചവറും മൂടിക്കിടക്കുക, ആളുകൾക്ക് മാലിന്യക്കിറ്റ് ഇവിടെ കൊണ്ട് എറിയാനുള്ള ഒരു സ്ഥലമായിട്ട് കിടക്കുക. മാത്രമല്ല, ഈ വണ്ടി ആരുടേതാണ്, ഇത് എങ്ങനെ ഇവിടെ വന്ന് എന്നുള്ളതൊക്കെ ദുരൂഹതയാണ്. ആരെങ്കിലും കൊന്നിട്ട് കൊലയാളി കൊണ്ടുവച്ചതാണോ, മയക്കുമരുന്ന് കച്ചവടക്കാരൻ കൊണ്ടുവച്ചതാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ആസാദ് നഗറിന്റെ ഒരു സുരക്ഷിതത്വത്തെ കരുതി ബന്ധപ്പെട്ട അധികാരികൾ ഇതിവിടുന്ന് നീക്കം ചെയ്യണം. ഉപേക്ഷിക്കപ്പെട്ട ഒരു വാഹനം എടുത്തു മാറ്റാൻ പോലീസിനല്ലേ പറ്റൂ. അങ്ങനെയാണ് എൻ്റെ അറിവ്. എൻ്റെ പേര് നൌഷാദ് ബാബു എന്നാ. ഞാൻ പല ചലച്ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്കൂളിൽ റിട്ടയർ ചെയ്ത അധ്യാപകൻ. ഹാൻഡിക്യാപ്ഡ് 50%. ഈ വണ്ടി ഇവിടെ വന്നിരുന്നിട്ട് 1.5 കൊല്ലമായി. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട ഞങ്ങളെ സെക്രട്ടറി ഇവിടുത്തെ മെമ്പറടുത്തെല്ലാം പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. തീർച്ചയായും ഇതിന് വേണ്ടുന്ന ഒരു നടപടി അധികാരികളിൽ നിന്നുണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്കെല്ലാം വേറെ ഒന്നും പറയാനില്ല. ഈ വണ്ടി ഇപ്പോൾ കുറേ നാളായിട്ട് ഈ വണ്ടി ഇവിടെ ഇരുന്ന് ആൾക്കാർ ഭയം ഇപ്പോൾ. കാരണം ഒരുപാട് നാളത്തെ ഇത് ആര് കൊണ്ടുവച്ചെന്ന് എന്ത് വെച്ചെന്ന് അറിഞ്ഞുകൂടാ. പല പ്രാവശ്യപ്പെട്ട് പലരെയും വിളിച്ച് അറിയിപ്പിച്ചിട്ടും ഈ വണ്ടി നിയമമാർഗ്ഗം എടുത്തുകൊണ്ട് പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ, ഞാൻ CPM-ന്റെ പ്രവർത്തനം അവിടുത്തെ. അപ്പോൾ ഇതിന് എന്താ വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നിയമപാലകർ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയില്ല എങ്കിൽ പിന്നെ ഇത് നാട്ടുകാരെ ഞങ്ങളുടെ തന്നെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്കറിയാൻ വയ്യ. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് നിസാം എന്നാണ്. ഞാനിവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് കുറച്ച് നാളുകൊണ്ട് ഈ വണ്ടി ഇവിടെ ഇരിക്കുകയാണ്. ന്യൂസ് കേരളം 24.